പ്രൊഫറ്റ് ജെറമയ ഒരു ഇൻബോൺ പ്രൊഫറ്റ് ആയിരുന്നു. യെശയ്യാവിനെ പോലെ, മലാക്കിയെ പോലെ, ഹഗായിയെ പോലെ, സക്കറിയായെ പോലെ പിന്നത്തേതിൽ പ്രവാചകനായ ആളല്ല. ഈ പുള്ളി അമ്മയുടെ വയറ്റിൽ നിന്ന് വെളിയിലോട്ട് വന്നപ്പോ തന്നെ പുള്ളി പ്രൊഫറ്റായിരുന്നു. പക്ഷെ അത് പുള്ളിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതാ മനുഷ്യൻ അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹത്തിൽ അങ്ങനെ ഒരു വിളിയുണ്ടെന്നും കൃപയുണ്ടെന്നും നിയോഗമുണ്ടെന്നും ദൈവം കണ്ടിട്ടുണ്ടെന്നും ഇതൊന്നും പുള്ളിക്കറിയില്ല. ഇങ്ങനെ ഇരിക്കുമ്പോ വിളിച്ച വിളിയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ യഹോവയാകുന്ന ദൈവം യിരെമ്യാവിനോട് സംസാരിക്കാൻ തുടങ്ങി. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ ജെറമയയും ദൈവവുമായിട്ടുള്ള കോൺവെർസേഷനാണ്. യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിന് ഉണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിന്നെ നിയമിച്ചു. ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. ഇനി ഈ ദൈവത്തോട് ജെറമയ തിരിച്ചു പറയുകയാണ്, എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ, ഞാൻ ബാലനെന്ന് നീ പറയരുത്. യിരെമ്യാവിനോട് ദൈവം പറയുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായതിനു മുൻപേ എനിക്ക് നിന്നെ അറിയാം. യേശുവിന് നിന്നെ അറിയാം. ദൈവത്തിന് നിങ്ങളുടെ പേരറിയാം. സക്കറിയാവിനോട് ദൈവം പറഞ്ഞു, നിന്റെ ഭാര്യയായ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. നിന്റെ ഭാര്യ ആരാണെന്നും ദൈവത്തിന് അറിയാം. നിന്റെ ഭാര്യയുടെ പേരെന്താണെന്നും അറിയാം. നീ ആരാണെന്ന് ദൈവത്തിന് അറിയാം. നിന്റെ പേരെന്താണെന്ന് അറിയാം. നീ എവിടുന്ന് വരിക എന്ന് ദൈവത്തിന് അറിയാം. നിന്റെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് അറിയാം. ഉറച്ചൂടാഴമായി പറഞ്ഞാൽ, നിന്റെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് അവൻ അറിയാം. അതിലെത്ര എണ്ണം പൊഴിഞ്ഞിട്ടുണ്ടെന്ന് അവൻ അറിയാം. നിന്റെ വീട്, നിന്റെ ജീവിതം, നിന്റെ ലൈഫ് മുഴുവൻ അവൻ അറിയാം. മത്തായി 10:30 പറയുന്നു, അവൻ നിങ്ങളുടെ തലയിലെ മുടികൾ വരെ എണ്ണിയിരിക്കുന്നു, അതിലൊന്ന് നിലത്ത് വീഴുന്നത് അവൻ അറിയുന്നു. ദാനിയേൽ 2:28 പറയുന്നു, രഹസ്യങ്ങളെ അറിയുന്നൊരു ദൈവം സ്വർഗത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. എബ്രായർ 4:17 പറയുന്നു, ആമീൻ, അവൻ നമ്മുടെ ഹൃദയ രഹസ്യങ്ങളെ വ്യക്തമായി അറിയുന്നവൻ, അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിയുന്നവൻ. ദൈവത്തിന് അറിയാം. ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, പ്രവാചകനായി നിയമിച്ചു. പക്ഷെ ജെറമ്യ പറയുകയാണ്, ദൈവമേ, ഈ പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ പ്രശ്നം, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. 2, എനിക്ക് ഇച്ചിരി പക്വതക്കുറവും പ്രായക്കുറവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിന് യോഗ്യനല്ല. എന്നെ അങ്ങ് വിട്ടേക്കൂ. ഞാൻ ഇതിന് പറ്റിയ ഒരാളല്ല. ദൈവം തന്റെ ദാസന്മാരിലൂടെ, തന്റെ പ്രവാചകന്മാരിലൂടെ, തന്റെ വചനത്തിലൂടെ ഭയങ്കര പോസിറ്റീവായി നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നാലും നിങ്ങൾ നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാ യിരെമ്യാവും പറയുകയാണ്, എന്നെ വിട്ടേക്കൂ, എനിക്ക് കഴിവില്ലാത്ത ഒരാളാണ്. പക്ഷേ ദൈവം അവനെ വിളിച്ചതുകൊണ്ടും ദൈവം അവനെ അറിഞ്ഞതുകൊണ്ടും, എനിക്ക് കഴിവില്ല, ഞാൻ അശക്തനാണ്, ഞാൻ അയോഗ്യനാണ്, എന്നെ വിട്ടേക്കൂ എന്ന് പറഞ്ഞ മനുഷ്യനെ കൊണ്ടാണ് യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം എന്ന 52 അധ്യായമുള്ള പുസ്തകം ദൈവം എഴുതിപ്പിച്ചത്. വിശുദ്ധ വേദപുസ്തകത്തിലെ രാജാക്കന്മാരുടെ പുസ്തകം, ഫസ്റ്റ് കിങ് ആൻഡ് ദ സെക്കൻഡ് കിങ്സ്,